അനന്തപുരി എന്ന് പറയുന്ന പത്മനാഭൻ്റെ മണ്ണ് ഒരു നരേന്ദ്രമോദി ഇപ്പോൾ ഒരു മാസത്തിനകത്ത് നമ്മുടെ കേരളത്തിൽ വരും. ഇതിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് 5 വർഷത്തിനകത്ത് എന്തൊക്കെ ചെയ്തു തീർക്കണം. 42 വർഷമാകുക, 42 വർഷം ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. പത്മനാഭൻ്റെ മണ്ണെന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമാണ് ഈ നമ്മുടെ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ജനപ്രിയ കൗൺസിലർ എന്ന പദവി നേടിയ ആളാണ് നമുക്കൊപ്പം ഉള്ളത്. അജിത്തേട്ടൻ, കരമൻ അജിത്തേട്ടൻ. എങ്ങനെയായിരുന്നു ആ ഒരു പദവിയിലോട്ടേക്കുള്ള യാത്ര? എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ സ്കൂൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, നമ്മുടെ പൊതുരംഗത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് കഴിഞ്ഞ 2005 ഞാൻ ആദ്യമായിട്ട് കരമനയിൽ മത്സരിക്കുന്നത്. ഈ വാർഡിൽ അന്ന് 110 വോട്ടിനാണ് ഞാൻ പരാജയപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2010 നമ്മുടെ മണക്കാട് വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇവിടെ നിന്ന് അറിയാമല്ലോ, കുറേ ദൂരമുണ്ട്. അവിടെ ഞാൻ 42 വോട്ടിന് പരാജയപ്പെടുന്നു. അതിനുശേഷം 2015 ഞാൻ ഈ വാർഡിൽ മത്സരിക്കുകയാണ്. 2015 മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരെ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളും കൗൺസിലർമാരായിരുന്നു. ഒന്ന് കരമന ഹരി, 10 വർഷം കൗൺസിലറായിരുന്ന ആളാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ അദ്ദേഹത്തോടൊപ്പം തന്നെ മത്സരിച്ചത് മറ്റൊരു കരമന മാഹിൻ. അദ്ദേഹം 5 വർഷം കൗൺസിലറായിരുന്ന ആളാണ്. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവാണ്. അത് കഴിഞ്ഞതിന് അത് തൊട്ടടുത്ത് നിന്നത് നമ്മുടെ VG ലത. അവർ 10 വർഷം ഇവിടെ തന്നെ തുടർച്ചയായിട്ട് കൗൺസിലറായിരുന്ന ആളാണ്. ഇവരെ പരാജയപ്പെടുത്തിയാണ് ഞാൻ 1998 വോട്ടിന് ഞാൻ ആദ്യമായി നഗരസഭയിലേക്ക് എത്തുന്നത്. എനിക്കൊരു വാശിയുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു മാതൃകാപരമായ കൗൺസിൽ പണി, അതായത് കൗൺസിലർ ആകുമ്പോൾ ഒരു മാതൃകയാകണം. അത് ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് തന്നെ വന്ന് പറഞ്ഞിരുന്നാലും ഒന്നും ഞാൻ ഒറ്റയടിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല. ശ്രമിക്കാം, അവരോടൊപ്പം തന്നെ ഞങ്ങൾ യാത്ര ചെയ്യും. ആ കാര്യം നേടുന്നത് വരെ, ഏതറ്റം വരെ. ചിലപ്പോൾ അത് അവരാവശ്യം പരാജയപ്പെട്ടെന്ന് വരാം. പക്ഷേ അവരുടെ ആവശ്യം എന്താണോ എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സംവിധാനം ഞാൻ കൗൺസിലർ ആയതിനു ശേഷം, തീർച്ചയായിട്ടും കൗൺസിലർ ആകുന്നതിന് മുമ്പും അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൗൺസിലർ ആയതിനു ശേഷം അത് തീർച്ചയായിട്ടും ആ പാത ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. 5 വർഷം 2020 വരെയും അത് തുടർന്നു. അത് കഴിഞ്ഞ് 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CPMൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്ന നെടുങ്കാട് പോലുള്ള ഒരു പ്രദേശത്താണ് എന്നെ പാർട്ടി നിശ്ചയിച്ചത് അവിടെ മത്സരിക്കണം എന്ന്. അപ്പോൾ എന്നോട് അടുപ്പമുള്ള എല്ലാവരും പറഞ്ഞു, ഒരു കാരണവശാലും അവിടെ പോയി മത്സരിക്കരുത്. അവിടെ കഴിഞ്ഞ 60 വർഷവും, അതായത് 45 വർഷം അരിവാൾ ചുറ്റിക നക്ഷത്രം മാത്രം ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. 15 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ചായ്വുള്ള ഒരു വാർഡാണ് ആ വാർഡ്. അവിടെ പോയി തല വയ്ക്കുന്നത് ശരിയല്ല. കാരണം മത്സരിക്കുന്നത് തുടർച്ചയായിട്ട് 20 വർഷം കൗൺസിലറായിരുന്ന മേയർ സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ പുഷ്പലതയാണ് മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരാജയപ്പെടുമെന്ന് തന്നെയാണ് വിധി എഴുതിയത്. പക്ഷേ അവിടെ അത്ഭുതപരമായി എനിക്ക് അവിടെ നിന്ന് താമര വിരിയിക്കുവാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ജനങ്ങളുടെ ഹിതം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനഹിതം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് വന്ന് പറഞ്ഞിരുന്നാലും അത് നടക്കില്ല എന്നൊരു ഒറ്റ സ്വരത്തിൽ ഞാൻ പറയാറില്ല, ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ശൈലി. അതുകൊണ്ടായിരിക്കും ജനങ്ങളെല്ലാം ജനപ്രിയൻ എന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കതറിയില്ല, അത് എന്തുദ്ദേശിച്ചാണ് എനിക്കത് പറയുന്നതെന്ന് അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ ഈ പൊതുപ്രവർത്തന രംഗം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും ജനങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ തന്നെ ചേട്ടനെ വിശേഷിപ്പിക്കുന്നത്. ചേട്ടാ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു നീക്കത്തിലേക്കുള്ള ഒരു ചിന്ത, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ടല്ല സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2015 ഞാൻ ഈ കരമന വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഏകദേശം 18 അഗ്രഹാരങ്ങളുള്ള ഒരു വാർഡാണ് നമ്മുടെ കരമന വാർഡ് എന്ന് പറയുന്നത്. 18 അഗ്രഹാരങ്ങൾ. ഇവിടെ വേദ പഠനശാലകളുണ്ട്, സൗജന്യമായി വേദം പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, സൗജന്യമായി സംസ്കൃതം പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഒരു 4-5 തെരുവ്
സംസ്കൃത ഭാഷ അവർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇപ്പം ശിവൻകോവിൽ തെരുന്നായിരുന്നാലും സിംഗിൾ സ്ട്രീറ്റ് ആയിരുന്നാലും നെസോ സ്ട്രീറ്റ് ആയിരുന്നാലും ഈ പറയുന്ന തെരുവുകളിലെല്ലാം ഈ സംസ്കൃതം നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുമല്ലോ, അതുപോലെ അവർ പരസ്പരം അടുത്തടുത്ത ആൾക്കാർ സംസാരിക്കുന്ന സംസ്കൃത ഭാഷയാണ്. അപ്പോൾ അവരന്ന് നമ്മുടെ MS ശാസ്ത്രിയുടെ മകൻ നമ്മുടെ വാർഡിലാണ് താമസിക്കുന്നത്, അറിയില്ല, സംസ്കൃത പണ്ഡിതൻ. അതുപോലെ തന്നെ വേദം പഠിപ്പിക്കുന്ന നിരവധി പണ്ഡിതന്മാർ നമ്മുടെ വാർഡിലാണ് താമസിക്കുന്നത്. അവരാവശ്യപ്പെട്ടു തീർച്ചയായിട്ടും. ഇപ്പം തന്ത്രി, അത് സാംബശിവൻ സാറിൻ്റെ ശിഷ്യൻ സുന്ദർ, അദ്ദേഹം എൻ്റെ വാർഡിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ദൈവഭാഷ, ആദിഭാഷ, നമ്മുടെ ഗ്രാമത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി ആ ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവരെല്ലാവരും വന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2015 ഞാനിവിടെ നിന്നും ആദ്യമായി സത്യപ്രതിജ്ഞ സംസ്കൃതത്തിൽ പറയുന്നത്. അതിനുശേഷം നമ്മുടെ 2020 ഇവിടെ നിന്ന് ജയിച്ചു വന്ന മഞ്ജു GS സംസ്കൃത ഭാഷയിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് കഴിഞ്ഞ് 2025 ഇപ്രാവശ്യമാണ് അത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചത്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, BJPയുടെ കൗൺസിലർ തിരുവനന്തപുരം നഗരസഭയുടെ നഗരപിതാവായിട്ട് എത്തി. അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വികസന പദ്ധതികളാണ് BJP അല്ലെങ്കിൽ ഇപ്പോൾ എത്തിയ കൗൺസിലർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? കരമനയുടെ കാര്യം എടുത്തു പറയണമെങ്കിൽ നമുക്ക് തുടങ്ങാം ഇവിടെ നിന്ന്. നമ്മുടെ കരമന നദി ഒരു വലിയ പ്രോജക്റ്റാണ്. എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സ്വപ്നമാണ് നദിയുടെ പുനർജീവനം. നമ്മുടെ കരമന നദി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ കരമന സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ദാഹിക്കുമ്പോൾ വെള്ളം കോരിയെടുത്ത് കുടിച്ചിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. ആ നദിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? കേരളത്തിൽ തന്നെ നശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നദികളിൽ 2ാം സ്ഥാനമാണ്. അമ്ലത്തിൻ്റെ അളവ് ഏറ്റവും കൂടുതലാണ്. ജീവജാലങ്ങൾക്കൊന്നും അവിടെ ആ മീനിന് പോലും അത് ചത്തൊടുങ്ങുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ജീവജാലങ്ങൾക്കൊന്നും യാതൊരു കാരണവശാലും അത് ജീവിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥ. കുളിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന നദി. ഡ്രെയിനേജ് മാലിന്യങ്ങൾ, ജൈവമാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ ഒക്കെ വലിച്ചെറിയുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. നമാമി ഗംഗ പോലെ നമ്മുടെ കരമന നദിയെ ഒരു നരേന്ദ്രമോദി ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു മാസത്തിനകത്ത് നമ്മുടെ കേരളത്തിൽ വരും. കേരളത്തിൽ തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരം എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് കരമന നദി നമാമി ഗംഗ പോലെ പുനർജീവിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റ് ഇപ്പോൾ തന്നെ ഞാൻ 2015 കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ബയോ പാർക്ക് കൊണ്ടുവന്നത്. അതുപോലെ ആഴാങ്കൽ നടപ്പാത ഞങ്ങൾ കൊണ്ടുവന്നത് രാജേട്ടൻ MLA ആയിരിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ ചെക്ക് ഡാം കൊണ്ടുവന്നത് നദിയുടെ ഈ മാർച്ച് മാസത്തിൽ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുമ്പോൾ അത് ഒരു അണ കെട്ടി ചെക്ക് ഡാം നിർമ്മിച്ച് 365 ദിവസവും നദിയിൽ വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. ചേട്ടാ, ജനങ്ങൾ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉത്തരമാണ്, എന്നായിരിക്കും നരേന്ദ്രമോദി ഇവിടെ എത്തുക? അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യം തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നരേന്ദ്രമോദി വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നരേന്ദ്രമോദി വരും. ഏതൊരു പടത്തിൽ മോഹൻലാൽ വരുമോ? അതുപോലെ പരിഹാസമൊന്നുമല്ല. പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർജിയാണ്, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലിക്കും. നരേന്ദ്രമോദി വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അതിന് പരിഹാരം, അതിൻ്റെ പ്രഖ്യാപനമൊക്കെ നടക്കുന്ന നരേന്ദ്രമോദി. അത് ഞാനല്ല പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ആ ലക്ഷ്യമാക്കുന്ന ബൃഹത്തായ ഒരു പ്രോജക്റ്റുകൾ ആവശ്യമുണ്ട്. അതിനൊരു മാസ്റ്റർ ബ്ലൂ പ്രിൻ്റ്, അതാണ് പറഞ്ഞത്. 100 വാർഡിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അത് ഒരു രാഷ്ട്രീയവും നോക്കാതെ 100 കൗൺസിലർമാർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 100 പേരും ഒരു മാസ്റ്റർ പ്ലാൻ, നിങ്ങളുടെ വാർഡിൽ എന്താണ് ചെയ്യേണ്ടത്, അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, 5 വർഷത്തിനകത്ത് എന്തൊക്കെ ചെയ്തു തീർക്കണം എന്നതിനെക്കുറിച്ചൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുമെന്നാണ്. തീർച്ചയായിട്ടും അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം അതിനു വേണ്ട നടപടി എടുക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തപുരിയിലെ നിവാസികൾക്കുണ്ട്. കാര്യം ഇത് നമ്മുടെ അനന്തപുരി എന്ന് പറയുന്ന പത്മനാഭൻ്റെ മണ്ണാണ്. പത്മനാഭൻ്റെ മണ്ണെന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമാണ് ഈ നമ്മുടെ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്, അനന്ത പത്മനാഭൻ്റെ ഈ നാട്. ചേട്ടാ, കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും സംസ്ഥാനത്ത് കൃത്യമായിട്ട് എത്തുന്നില്ല. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ സംസ്ഥാനത്ത് എത്തുന്നില്ല എന്ന് പറയുന്നത് ഏത് പദ്ധതിയാണ് എത്താത്തത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ BPL വിഭാഗത്തിൽപ്പെടുന്ന സൗജന്യ ഗ്യാസ് കണക്ഷൻ, അതായത് BPL കുടുംബത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഇല്ലെങ്കിൽ ആ
റേഷൻ കാർഡിൽ ഒരാൾക്ക് പോലും ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാം.